لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച തൗഹീദിന്റെ പ്രബോധനം കഴിവിന്റെ പരമാവധി എന്ത് വില കൊടുത്തും നിർത്തിക്കണം, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തണം. ഇതായിരുന്നു ഖുറൈശികളുടെ ആ സമയത്തുള്ള ചിന്ത. അതിനവര് പ്രധാനമായും മുന്നിൽ കണ്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ ഇന്ന് വരെ ആചരിച്ചു വരുന്ന നമ്മുടെ പിതാമഹന്മാരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിക്കളയുകയാണ്. രണ്ടാമത്തൊരു കാരണം, ഈ പുതിയ ആശയം ആളുകൾ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ അകന്നു പോവുകയാണ്. ബാപ്പയും മക്കളും, ഭാര്യയും ഭർത്താവും, മറ്റ് കുടുംബ ബന്ധങ്ങൾ, ഗോത്രബന്ധങ്ങൾ, ഇതെല്ലാം തകരുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കാരണം മുഹമ്മദ് കൊണ്ടുവന്ന പുതിയ രീതിയാണ്, പുതിയ ആദർശമാണ്. ഇതായിരുന്നു മക്കക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ നമ്മൾ ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ന് വർത്തമാനകാലത്തും തൗഹീദി പ്രബോധനത്തിന് എതിര്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയുന്നവരോടുള്ള വിദ്വേഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അവരാ പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ല. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ തൗഹീദിന്റെ ആളുകളെ എതിർക്കുന്ന, വിമർശിക്കുന്ന, അവര് തെറ്റിലാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ഇവരീ പറയുന്ന കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതാണ്. പക്ഷെ അവര് നിഷേധിക്കുകയാണ്, അവര് ഉള്ളറിഞ്ഞുകൊണ്ട് വെറുതെ കളവാക്കുകയാണ്. അല്ലാണ്ട് ഇത് ശരിയല്ലാന്നെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ളത് കൊണ്ടൊന്നുമല്ല. കാരണം സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം അവര് പറഞ്ഞാലും നമ്മൾ പറഞ്ഞാലും തൗഹീദാണ്. ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, നിരാശ്രയനാണ് അവൻ. ഒരാളുടെയും ആവശ്യമോനില്ല, അടിമകളിലേക്ക് ആവശ്യക്കാരനേ അല്ല. ലം യലിദ് വലം യൂലദ്
വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഓനെപ്പോലെ ആരുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അത് മനസ്സിലായിട്ടും ദുന്യവിയായിട്ടുള്ള അവരുടെ ലാഭങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവര് മനഃപൂർവ്വം നിഷേധിക്കുകയാണ്. ആ നിഷേധത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ പൊതുജനത്തിനെ സ്വാധീനിക്കാൻ പറ്റിയ കാരണങ്ങളാണ്. അതിലൊന്ന്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാമഹന്മാർക്ക് തെറ്റില്ല. കഴിഞ്ഞുപോയ കാരണവന്മാരൊക്കെ ഈ വാദപ്രകാരം നരകത്തിലേക്ക് പോവല്ലോ. നമ്മളെ ഉപ്പയും ഉമ്മയും നരകത്തിലാണെന്ന ഇവര് വാദിക്കുന്നത്. എന്നു മാത്രമല്ല, ഈ പുതിയ ആശയം ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് മുതൽ ബന്ധങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. കണ്ടാ മിണ്ടാത്തൊരവസ്ഥ വരികയല്ലേ. ഇത് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില വാദഗതികളാണ്. എന്തുകൊണ്ടറിയോ? ഇത് രണ്ടിനോടും പൊതുജനത്തിന് പ്രത്യേകം താല്പര്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങാൻ ആരും ആഗ്രഹിക്കൂല. പിതാമഹന്മാർക്ക് എതിരായിക്കൊണ്ട് മുന്നോട്ട് പോവാനും ആരും കൊതിക്കൂല. ഈ രണ്ട് കാര്യത്തെ പിശാച് അവർക്ക് ഭംഗിയുള്ളതാക്കി തോന്നിപ്പിച്ചതാണ്. അതങ്ങനെ തന്നെയാണ് ഇന്നും തൗഹീദിന്റെ വിരോധികൾ നടപ്പിലാക്കുന്നത്. ഖുറൈശികൾ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അബൂ താലിബിനെ ചെന്ന് കണ്ടു. 3 പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം നിന്നുകൊടുത്തില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ. രണ്ടാമതായി ഖുറൈശികൾ കണ്ട ഒരു മാർഗം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ തടയിടാൻ ഏതൊരു കാര്യത്തെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനത്തിന് അടിസ്ഥാനമാക്കുന്നത് അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കുക, അഥവാ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ ശ്രമിക്കുക. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഫുസ്സിലത്തിൽ, വഖാല അല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. അവിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. മാത്രമല്ല വൽഗൗ ഫീഹി, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേട്ടാൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി ബഹളമുണ്ടാക്കി മറ്റെന്തെങ്കിലും വർത്തമാനങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുക. എന്തിനറിയോ? ലഅല്ലകും തഗ്ലിബൂൻ, എന്നാലേ നിങ്ങൾക്ക് അതിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താ അറിയോ? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന പരിശുദ്ധമായ വഹയിനോട് ദേഷ്യമുള്ള ആ വിഭാഗത്തിന് 100% ഉറപ്പുണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ഹഖാണ്. ഇത് കേട്ട ആളുകളുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുമെന്ന്. കാരണം ഖുർആനിന്റെ ജോലി ഹൃദയത്തിൽ പ്രവർത്തിക്കലാണ്, അകക്കണ്ണുകളെ തുറപ്പിക്കലാണ്, പുറത്തുള്ള കണ്ണിനെ തുറപ്പിക്കലല്ല. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, ചില ആളുകൾക്ക് വിശ്വാസം ശരിയാവുന്നില്ല, ചില ആളുകൾ എന്റെ വഴിക്ക് വരുന്നില്ല. അത് എന്തുകൊണ്ടറിയോ? വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ, അവരെ ഈ കണ്ണ് തുറക്കാത്തത് കൊണ്ടല്ല, അവരുടെ ഉള്ളിലുള്ള കണ്ണുകൾ തുറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവരന്ധരാണ്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തും മതിയാവും മനുഷ്യ ഹൃദയത്തെ മാറ്റുവാൻ. അത് ഖുറൈശികൾക്കറിയാം. ഇന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആദർശത്തിനോട്, ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളോട്, നിയമാവലികളോട് അത് ഹഖാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ദേഷ്യമുള്ളവരും ചെയ്യുന്ന പ്രധാന ജോലി ഖുർആനിൽ നിന്നും ആളുകളെ അകറ്റാൻ ശ്രമിക്കലാണ്. അതുകൊണ്ട് ഖുർആനെ സംബന്ധിച്ച് അവർ കളവുകൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കള് പൈസ കൊടുത്ത്, ശമ്പളം കൊടുത്ത് മുസ്ലിം നാമധാരികളെ ആ ജോലി ഏൽപ്പിക്കുന്നത്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് ഇന്ന് ദുനിയാവിൽ. നമ്മുടെ നാട്ടില്, നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് ഫാസിസ്റ്റുകളുടെ, ജൂതപരിശകളുടെ ശമ്പളം പറ്റി പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കാവുന്ന ജോലി മാത്രം ചെയ്യുന്നവർ, പക്ഷെ ഫലം ചെയ്യൂല. എന്തുകൊണ്ടറിയോ? അതിനേക്കാളും വലിയ തലതൊട്ടപ്പന്മാര് 1400 ചില്ലാനം കൊല്ലത്തിന് മുമ്പ് ആ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇന്നും ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ തലയും പൊക്കി നിൽക്കുന്നുണ്ട്. അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞ വാദം ഇതാണ്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, അത് കേൾക്കരുത്, പ്രശ്നം ഉണ്ടാക്കും.
കാരണം അങ്ങനെയാ അല്ലാഹു പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുത്തൻ മനസ്സിലാക്കാൻ തയ്യാറായാൽ, നേരെ ചൊവ്വെ വായിച്ച് പഠിക്കാൻ മെനക്കെട്ടാൽ തീർച്ച മനുഷ്യന്റെ മുന്നിലും ഭൂമിയിലുള്ള വഴികളിൽ ഏറ്റവും നല്ല വഴി ഏതാണോ അത് ഖുർആൻ അവർക്ക് കാണിച്ചു കൊടുക്കും. തെളിവ്, അതിന്റെ സാക്ഷി നമ്മൾ ഇന്ന് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന സഹാബാക്കൾ. ആരായിരുന്നു അവർ? നമ്മൾ 6-ാം നൂറ്റാണ്ടിന്റെ ഡാർക്ക് ഏജിനെ പറ്റി സംസാരിക്കുമല്ലോ, ഇരുണ്ട കാലഘട്ടത്തെ സംബന്ധിച്ച്. അന്ന് ജീവിച്ച പച്ച മനുഷ്യന്മാരായ ഇന്ന് നമ്മളുടെ സലഫുകളായ സഹാബികൾ ആരാന്നറിയോ? കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവർ. കരുണയെന്ന കാര്യം അവരുടെ മനസ്സ് അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പിറന്ന പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടാൻ അവർ തയ്യാറായത്? മനുഷ്യന്മാർക്ക് അത് പറ്റുമോ? മൃഗങ്ങളെ ചെയ്യുന്നുണ്ടോ? ക്രൂരമായ സിംഹങ്ങൾ പോലെ, പുലികളെ പോലത്തെ കാട്ടുജീവികൾ, അവർക്ക് പോലും അവരുടെ കുഞ്ഞുങ്ങളോട് കാരുണ്യമാണ്, മമതയാണ്. അതുവരെ നഷ്ടപ്പെട്ടു മക്കത്തെ അറബികളുടെ മനസ്സിൽ നിന്ന്. അത്ര ക്രൂരന്മാരാണ്. ആടുകളെ കൊല്ലുക, വധിക്കുക, ചോരയൊലിപ്പിക്കുക, ശരീരം കത്തികൊണ്ട് കീറുക, ഇതൊക്കെ അന്ന് ഖുറൈശികൾക്ക് അല്ലെങ്കിൽ അറബികൾക്ക് സാദാസീദാ പിള്ളേർ കളിയാണ്. കാരണം അവരുടെ മനസ്സ് അത്ര കടുപ്പമുള്ളതാണ്. ഒരാളെ ദ്രോഹിക്കാൻ, ഒരാളെ ചതിക്കാൻ, വഞ്ചിക്കാൻ, അയൽപ്പക്കത്ത് താമസിക്കുന്ന ചങ്ങാതിയുടെ പെണ്ണിനെ വ്യഭിചരിക്കാൻ, ആ നീചത്തരം കാണിക്കാൻ ഖുറൈശിക്ക് ഒരു കുലുക്കമില്ല. അന്നത്തെ പെണ്ണിന്റെ അവസ്ഥ എന്താ അറിയോ? അവളെ വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടി പൊക്കും. അവളെ വീട്ടിന്റെ മുകളില് ഒരു കൊടി പൊക്കും. ആ കൊടി പൊങ്ങിയുള്ള അർത്ഥം എന്താ അറിയോ? ആവശ്യമുള്ളവർക്ക് വരാം, ഇന്ന് ഫ്രീ ആണ്. അത്ര അധപ്പതിച്ചൊരു ടീമാണ്. എന്തുകൊണ്ടാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇങ്ങനെ മാറ്റിയത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെ കൊണ്ട് റളിയല്ലാഹു അൻഹും പറയിപ്പിക്കുന്ന തരത്തിൽ ജീവിതം മാറിയത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ടാണ്. ആ ഉറപ്പ് അബൂജഹൽ അടക്കമുള്ള ആൾക്കാർക്കുണ്ടെന്ന്. അതുകൊണ്ട് ആ ഖുർആൻ കേൾക്കല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവപ്പെട്ട വിഷയം എന്താ അറിയോ? നമ്മൾ പാരമ്പര്യ മുസ്ലിമീങ്ങള്, ജനിച്ചത് മുസ്ലിം തറവാട്ടില്, ജനിച്ചത് മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും. എന്നിട്ട് ആ നമ്മളെടുത്തും ഭൗതികവാദികൾ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ വിഷം ചീറ്റുന്ന പുസ്തകമാണെന്ന്, അതിന് തീവ്രവാദമുണ്ടെന്ന്, അതിൽ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന്, അതിൽ മനുഷ്യനെ ജയിലിൽ പൂട്ടുന്ന തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടെന്ന്. മധ്യബുദ്ധികളായ, ജനിച്ചിട്ട് ഇന്ന് വരെ ഖുർആൻ സ്വന്തം കൈവെള്ളയിൽ പിടിക്കുന്ന മുസൽമാന് പക്ഷെ അവൻ പറഞ്ഞ ചതിവാക്ക് മനസ്സിലായില്ല, അവന്റെ വഞ്ചന മനസ്സിലായില്ല. ഉമ്മത്ത് പരിശുദ്ധ ഖുർആനിനെ വലിച്ചെറിഞ്ഞു. ആയത്തുകൾ നേരെ ചൊവ്വാൻ ഓതാൻ അറിയില്ല, ആയത്തുകളുടെ അർത്ഥം അറിയില്ല, സൂറത്തുൽ ഫാത്തിഹന്റെ ഉള്ളടക്കം വരെ അറിയാത്ത 199 എണ്ണവും ജൂതം പൊട്ടിച്ചിരിച്ചു. ഇസ്ലാമിന്റെ ശത്രുക്കളെ പല്ലടിച്ചു. ഇസ്ലാമിന്റെ വൈരികള് ഉമ്മത്തിനെ നോക്കി കൊഞ്ഞിന് കുത്തി. എന്നിട്ട് ഇപ്പോഴും ഹിജാബിടാൻ പറ്റാത്ത, മുട്ടിന്റെ മുകളിൽ പാവാടയും എടുത്തു പോകുന്ന, സ്കൂളിലെ അഡ്മിഷൻ ക്ലിയർ ആക്കാൻ ഈ ഉമ്മത്താകുന്ന മധ്യബുദ്ധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഖുർആന്റെ ബേക്ക് പോകാൻ തയ്യാറായില്ല. അപ്പോഴും ഖുർആൻ പിടിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും 6 മണിക്ക് സ്കൂളിലേക്ക് പോകണം, 5 മണിക്ക് തിരിച്ചു വന്നാ മതി എന്നാല് പറഞ്ഞാലും അതിനു വേണ്ടി കൊടിപിടിക്കാനും ജാഥ വിളിക്കാനും ഖുർആനിന്റെ ഉമ്മത്ത് തയ്യാറാണ്. അവർക്ക് ഖുർആൻ എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിന്ന് ഖുർആനിന്റെ ശത്രുക്കള് കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. പൊട്ടന്മാര്, ഇത്ര നല്ലൊരു സാധനം കൈമലുണ്ടായിട്ട് അതിനെ എറിഞ്ഞിട്ട് പോയി നോക്കി. ويقول الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഖുറൈശികൾ അന്ന് ആഗ്രഹിച്ചത് ഇന്നത്തെ ഉമ്മത്ത് നടപ്പിലാക്കി കൊടുത്തു. ഖുർആൻ തിരിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഈ ആയത്തിന്റെ തഫ്സീറിൽ അബൂജഹൽ പറഞ്ഞു ഖുറൈശികളോട്, ഇദാ ഖറഅ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഫസീഹു ഫീ വജ്ഹിഹി, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കൂക്കണം, നിങ്ങൾ ഉറക്കെ വർത്താനം പറയണം, അതാരെയും കേൾക്കാൻ അനുവദിച്ചുകൂടാ.
ഇന്നത്തെ വൈരികളും അത് പറഞ്ഞെന്നു. അന്നത്തെ ഖുറൈശി കുഫാറുകൾ, മുശ്രിക്കുകൾ ഏറ്റെടുത്ത ജോലി ഇന്ന് ഇസ്ലാമിന്റെ തറവാട്ടുകാരെന്ന് പറയുന്നവൻ ഏറ്റെടുത്തു. ഖുർആന് വിലയില്ല, അതിന്റെ അപ്പുറത്തുള്ള വില. വല്ലാഹി സുന്ന വല്ലാഹി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുന്നത് വരെ മുസ്ലിം ഉമ്മത്തൊന്നും കൊതിക്കണ്ട. ഫലസ്തീന് വേണ്ടി ആൾക്കാർ കരയല്ലേ? ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ കരയല്ലേ? കൊക്കക്കോളയും പെപ്സിയും കുടിക്കാണ്ടിരുന്ന ഫലസ്തീനിൽ സഹായം വരുവോ? ഇസ്രായേലിന്റെ കാർ ഓടിക്കാണ്ടിരുന്ന ഒന്നാണ്ട് സഹായം വരുവോ? ഇസ്രായേൽ ഉണ്ടാക്കുന്ന കുപ്പായം ഇടാതിരുന്നാൽ അള്ളാന്റെ സഹായം വരുവോ? ഏത് ദിവസമാണോ സഹാബാക്കൾ നെഞ്ചോട് ചേർത്ത ഉടമസ്ഥന്റെ ഖുർആനിനെ, കലാമിനെ ഫലസ്തീൻ ജനത ഹൃദയത്തിലേക്ക് കഴിഞ്ഞ കാലം പോലെ ചേർക്കുന്നത്, അന്ന് അള്ളാഹു സഹായിക്കും. ഇല്ലേ? കേരളമല്ല, കർണാടകമല്ല, ഇന്ത്യയല്ല, ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ഇനി പെപ്സി കുടിക്കൂല, സവനപ്പ് കുടിക്കൂല, അതുപയോഗിക്കൂല, ഇതുപയോഗിക്കൂല, ഒരു കാര്യമില്ല, നിങ്ങൾ കുടിക്കാണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. തിരിച്ചു വരുന്നത് വരെ. എന്തുകൊണ്ടറിയോ? അവര് ഖുർആൻ വേണ്ടാന്ന് വെച്ചു. കഴിഞ്ഞ കാല ചരിത്രം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് പാഠമാണ്, നമുക്കത് പാഠമാണ്. അന്ന് ഖുറൈശികൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും ആളുകളെ അകറ്റാൻ ശ്രമിച്ചു. കാരണം കേട്ടാൽ, പിടിച്ചാൽ മാറിപ്പോവും. മാറിപ്പോന്ന് പറഞ്ഞാൽ മനുഷ്യനാവും. ആളുകൾ മാറുമെന്ന് പറഞ്ഞാൽ അവര് മനുഷ്യരാവും. മൃഗസ്വഭാവം അവരിൽ നിന്ന് മാറും. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും അതാണ്. ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടായിക്കൂടാ, ദുനിയാവിൽ അൽ ഇൻസാൻ ഉണ്ടായിക്കൂടാ, മൃഗങ്ങൾ ഉണ്ടാവണം, കാട്ടുപന്നികളെ പോലത്തെ മനുഷ്യന്മാരുണ്ടാവണം, കടിച്ചു കീറുന്ന ക്രൂരന്മാരെ പോലത്തെ, സിംഹങ്ങളെ പോലത്തെ മനുഷ്യന്മാരുണ്ടാവണം. എങ്കിലേ മസീഹുദ്ദജ്ജാലിന്റെ വരവിന് വഴിയൊരുങ്ങുള്ളൂ. അതാ ഇന്ന് ജൂതൻ ആഗ്രഹിക്കുന്നത്. ഉമ്മത്ത് അങ്ങനെ തന്നെ ആയിക്കൊടുക്കാൻ തയ്യാർ. ഇല്ലെങ്കിൽ എന്തു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ? മാറ്റം എന്തുണ്ടാക്കി എന്നറിയാൻ വീട്ടിൽ പോയിട്ട് മക്കളെ വിളിച്ചിട്ട് ഖുർആൻ ഒന്ന് ഓതിപ്പിച്ചു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഖുർആൻ ഒന്ന് മറിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹന്റെ ആയത്തോതിയിട്ട് അതിന്റെ അർത്ഥമോ അതിന്റെ തഫ്സീറോ അറിയോന്നൊന്ന് സ്വന്തം നഫ്സിനോട് ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ അതെന്നെയാ ജൂതൻ ആഗ്രഹിച്ച്, അതെന്നെയാ പണ്ടത്തെ ഖുറൈശി ആഗ്രഹിച്ച്. എന്താവാതിരിക്കാൻ? മനുഷ്യനാവാതിരിക്കാൻ, ദീനിയാവാതിരിക്കാൻ. അള്ളാഹു നമ്മളെ ഒന്നും ആ കൂട്ടത്തിൽ പെടുത്താണ്ട് കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. എന്തിന്? യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കലാം ഓതാൻ. എത്ര മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതുന്ന മുസ്ലിമീങ്ങൾ? എന്റെ ചരിത്രം പറയുന്നത് എന്തിനാ അറിയോ? ചരിത്രം കേട്ട് രസിക്കാനല്ല പറയുന്ന. ഞാനും നിങ്ങളും ഇന്നലെയുമായി തട്ടിച്ചു നോക്കി നാളകളെ ഉണ്ടാക്കാൻ. അതിന താരീഖ്. പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും, എത്ര യുവാക്കൾ ഉണ്ടാവും. ഇന്ന് വീട്ടിൽ തന്നെ ഖുർആൻ ഓതുന്ന പെണ്ണുങ്ങളും യുവതികളും എത്ര പേരുണ്ടാവും. ഒരു വിഭാഗം ആളുകൾ പള്ളിയിൽ വന്നിരിക്കും, യത്ലൂന കിതാബല്ലാഹ്, എന്നിട്ട് ഖുർആൻ ഓതും. വയതദാറസൂനഹു ബൈനഹും, അവരവിടെ ചമ്പം പടിഞ്ഞിരുന്ന് പരസ്പരം പരിശുദ്ധ ഖുർആൻ പഠിക്കും. എവിടെയുണ്ട് ഇന്നത്തെ അങ്ങനത്തെ മുസ്ലിമീങ്ങൾ? മക്കത്തെയും മദീനത്തെയും പള്ളിയിൽ നോക്കിയാൽ കാണാം, സുബ്ഹാനല്ലാഹ്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച കാണാം. ഫജ്റിന് ശേഷം മഗ്രിബിന് ശേഷമൊക്കെ പോയാൽ പള്ളിയിൽ ഓരോ ഹൽക്ക ആൾക്കാരെ വന്നിരിക്കുന്നു, ഫാത്തിഹ ഓതുന്നു, ഇമാം ഉസ്താദ് തെറ്റിതിരുത്തി കൊടുക്കുന്നു, ശരിയാക്കുന്നു, പൂട്ടിയിട്ട് പോകുന്നു. ഇന്ന് ഏത് പള്ളിയിലുണ്ട്? നിസ്കാരം കഴിഞ്ഞാൽ പള്ളി പൂട്ടിയില്ലേ? ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ പള്ളി പൂട്ടിയില്ലേ? പിന്നെ ആ പള്ളിയിലേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല. അയാളെ തറവാട്ടിൽ നിന്ന് വെച്ച പള്ളി പോലെ. അതിനല്ല പള്ളി. പള്ളിയിലെ ഇമാം എന്തിനാ പ്രിയപ്പെട്ടവരെ? പള്ളിയിലെ ഖത്തീബ് എന്തിനാ? 5 നേരം മുമ്പിൽ നിൽക്കാൻ വേണ്ടി മാത്ര? അത് വരുന്നാലെങ്കിൽ നിന്നാ പോരെ? ശമ്പളം കൊടുത്ത് ഇമാമിനെ വെക്കുന്നത് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാനും ദീൻ പഠിപ്പിക്കാനുമാണ്. ദീൻ പഠിപ്പിക്കാനും. ആ മഹല്ലത്തിലുള്ള മുസ്ലിമിന്റെ ഹക്ക് എന്താ അറിയോ? സമയം ഒഴിവാക്കിയെടുത്ത് രാവിലെ 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ ഉച്ചക്ക് 3 മണിക്കോ എപ്പോഴാ ഫ്രീ കിട്ടിയ പള്ളിയിൽ വരണം, അള്ളാന്റെ വീട്ടിലേക്ക് വരണം.
ഇമാമിനെ വിളിക്കണം, ഞാൻ ഒരു ആയത്തോതാം, ഒന്ന് ശരിയാണോ ഒന്ന് കേട്ടോക്കിയ. ആർക്കുണ്ടിന്ന സ്വഭാവം? എല്ലാരും റോഡിലുണ്ടാവും ബാനർ കെട്ടിയിട്ട് കുലു തക്ബീർ. ആർക്ക് വേണം അല്ലാഹു അക്ബർ? അള്ളാന്റെ കലാമിന് വില കൊടുക്കാത്ത കാപട്യമുള്ളവന്റെ നാമം മാത്രം പറയുന്ന തക്ബീർ ആകാശത്തെത്തൂല. ഖുർആൻ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ നീ വിളിച്ച അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താണ്? യതദാറസൂനഹു ബൈനഹും. മക്കളെ നിർബന്ധമായും ഖുർആൻ പഠിക്കാൻ പറ്റണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, മനഃപൂർവ്വം കർണാടകത്തിലാ പറയുന്നത്. സ്കൂളിന്റെ ടൈമിങ് ഖുർആൻ പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തിയാലോ? സ്കൂളിന്റെ ടൈമിങ് മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ ടൈം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സലഫി ഉലമാക്കൾ പറയും സ്കൂളിലെ വിദ്യാഭ്യാസം തൽക്കാലം നിർത്തിവെക്കണമെന്ന്. നമ്മുടെ മെമ്പറിന്റെ മുകളിൽ പറഞ്ഞാൽ പറയും അയാൾ കുറച്ച് ഓവറാണിപ്പ. സലഫി ഉലമാക്കൾ പറയും സ്കൂളിന്റെ പഠിത്തം തൽക്കാലം നിർത്തിവെക്കണം, ഖുർആൻ പഠിച്ചിട്ട് മതി മറ്റേ പഠിക്കലേ എന്ന്. പക്ഷെ ഉമ്മത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ഖുർആൻ എന്താന്ന് മനസ്സിലായില്ല. അബൂജഹലിന് മനസ്സിലായി, വലീദ് ഇബ്നുൽ മുഗീറക്ക് മനസ്സിലായി, ഉത്ബക്കും ശൈബക്കും അന്ന് മനസ്സിലായി, അബൂ സുഫിയാന് മനസ്സിലായി അള്ളാന്റെ കലാമിന്റെ പവർ. അതുകൊണ്ടാ അവർ എതിർത്ത് തന്ന്. ഇന്ന് നമുക്ക് തിരിഞ്ഞില്ല. കാരണം എന്താ അറിയോ? ഫാത്തിഹ ഓതി, കുൽഹു വല്ലാഹു ഓതി, നാസ് ഓതി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, കഴിഞ്ഞില്ലേ ഖുർആനുമായിട്ടുള്ള ബന്ധം? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉമ്മത്തിനെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഉമ്മത്തി ചിന്തിക്കാൻ പറയുന്നതാണ്. കാരണം ഇതിനെ വിട്ടവരാരും ദുനിയാവിൽ ജയിച്ചിട്ടില്ല, ജയിക്കുകയും ഇല്ല. യതദാറസൂനഹു ബൈനഹും. അവർക്കിടയിൽ അവരതിനെപ്പറ്റി പഠിക്കും. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന. പകരം അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ഓഫർ എന്താ അറിയോ? അള്ളാഹു അവർക്ക് സമാധാനം ഇറക്കി തരും. കുടുംബം സ്വസ്ഥാവും, ദാമ്പത്യം സ്വസ്ഥമാവും, മൈൻഡ് ഫ്രീ ആവും, കച്ചവടം നേരെയാവും, മനസ്സ് നേരെയാവും, എല്ലാ ബന്ധങ്ങളും ക്ലിയർ ആവും. കാരണം സക്കീനത്തായി ഇന്ന് മനുഷ്യന് ആവശ്യം. അടിക്കുക, ഇഞ്ചക്ഷൻ അടിക്കുക, രാത്രി ഉറങ്ങാൻ, ഗുളിക കീശയിൽ ഇട്ടിട്ട് നടക്കുന്നത് സമാധാനം കിട്ടാൻ. പൈസക്ക് കുറവൊന്നുമില്ല, ആരോഗ്യത്തിനും കുറവില്ല, സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല, പക്ഷെ മനസ്സിന് സ്വസ്ഥതയേ ഇല്ല. ഈ മൈൻഡിന്റെ ചികിത്സകരുണ്ടല്ലോ, അതിന്റെ പേരെന്താ എനിക്കറിയില്ല, മൈൻഡ് ക്ലിയർ ആക്കുന്ന ചികിത്സകരുണ്ടല്ലോ, കൗൺസിലിംഗ്, മറ്റ് സൈക്കോളജി ക്ലാസ്സുകൾ, എന്തൊക്കെയാന്നറിയോ? ഒരു മണിക്കൂർ അയാളെ കിട്ടാൻ 1,00,000 ഉറുപ്പിക കൊടുക്കേണ്ടി വരും ചിലപ്പോ. കാരണം മനുഷ്യന്മാർക്ക് എന്താ വേണ്ടത്? സമാധാനം, ജീവിതത്തിന് സ്വസ്ഥത, ആശ്വാസം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണോ പള്ളിയിലേക്ക് വാ, വുളൂ ചെയ്, ദാ സാധനം എടുക്ക്, മുസ്ഹഫ് ഖുർആൻ, എന്നിട്ട് അള്ളാന്റെ കലാം നോക്കിയിട്ട് പാരായണം ചെയ്. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന. അള്ളാഹു സമാധാനം ഇറക്കി തരും നിങ്ങൾക്ക്. കച്ചവടം നേരെയാവും, കുടുംബം നേരെയാവും, മക്കള് നേരെയാവും, ദാമ്പത്യം ശരിയാവും, വീട്ടിൽ സ്വസ്ഥതയുണ്ടാവും, ആശ്വാസം ഉണ്ടാവും, ജീവിക്കാൻ ഒരു രസം ഉണ്ടാവും. ഖുർആൻ മുറുകെ പിടിച്ചാൽ. എന്നെ വിട്ടു പോവും ചെയ്തു. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗശിയതുഹുമുർ റഹ്മ. അള്ളാന്റെ റഹ്മത്ത് അവരെ വന്നിട്ടങ്ങ് പൊതിയും, പിന്നെ ശൈത്താൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നോട്ടം, അള്ളാഹുവിന്റെ സംരക്ഷണം, അതാ മുസ്ലിമിനെ പൊതിയും. ഇത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അബൂജഹലിന്, ഇസ്ലാമിന്റെ ശത്രുവിന്. അതുകൊണ്ട് പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. കാരണം മനുഷ്യൻ സ്വസ്ഥനാവാൻ പാടില്ല, അവൻ അസ്വസ്ഥനാവണം. ഒരു സമാധാനം കിട്ടാൻ പാടില്ല. അപ്പോഴേ വിചരിക്കാൻ പോവും, അപ്പോഴേ പലിശക്ക് പോവും, അപ്പോഴേ കൊല്ലാൻ പോവും, അപ്പോഴേ ചതിക്കാൻ പോവുള്ളൂ. സ്വസ്ഥത കിട്ടിയാൽ മതി, അൽഹംദുലില്ലാ. അങ്ങനെ സമ്മതിച്ചൂടാ മനുഷ്യനെ. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. അന്ന് മുശ്രിക്ക് പറഞ്ഞു, ഇന്ന് ജൂതം പറഞ്ഞു, നമ്മളത് ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വഅദ, ഓഫർ തൽക്കാലം ബേക്കോട്ട് മാറ്റിയിട്ട് നമ്മുടെ സമാധാനത്തിന്റെ 900 വഴി കൂടിയാലും പ്രിയപ്പെട്ടവരെ കിട്ടൂല. വഗശിയതുഹുമുർ റഹ്മ. അല്ലാഹു റഹ്മത്ത് കൊണ്ടുവനെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക. മലക്കുകൾ അവരെ വലയം ചെയ്യും, തൊടാൻ കഴിയില്ല. പിന്നെ മലക്കുകൾ അവരെ വലയം ചെയ്യും, അവരുടെ കൂട്ടാളികൾ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും ഞങ്ങളാ നിന്റെ കൂട്ടുകാര്, ആഖിറത്തിലും ഞങ്ങൾ ഉണ്ടാവും. ആരുടെ? ഖുർആനിന്റെ അഹ്ലുകാരുടെ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു.
പിന്നെന്താ ചെയ്യുന്നറിയോ? ഖുർആനെ പഠിക്കുന്ന ആൾക്കാര് മലക്കുകളുടെ സാന്നിധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി ചർച്ച ചെയ്യും. മടിക്കേരിയിലെ ഇന്നവന്റെ മകൻ ഇന്നവൻ ഇതാ എൻ്റെ പുരക്ക് വന്ന് ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്. മലായിക്കത്തിനിടയിൽ നല്ല ചർച്ച ചെയ്യപ്പെടുന്നവൻ ഭാഗ്യവാനും മുവഫഖുമാണ്. അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തവനാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ, നമ്മളെ മക്കളെയും അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തടയിടാൻ ഖുറൈശികൾ സ്വീകരിച്ച രണ്ടാമത്തെ വഴിയതാണ് ഖുർആൻ എന്ന ആൾക്കാരെ തടയുക. മതി, പിന്നെ വേണ്ട വയ്ക്കും പോയിക്കോളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ജിന്നുകൾക്ക് സംഭവിച്ചൊരു മാറ്റം പറഞ്ഞു തന്നു. ഖുർആൻ കേട്ടിട്ട് ജിന്നുകൾ നമ്മൾ പോലത്തെ ഒരു ഖൗമാണല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ പക്ഷേ വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. ജിന്ന് പറയാം, നമ്മളെ കൂട്ടത്തിലുണ്ട് ഗുരുത്തം കെട്ടവരും ശിർക്ക് ചെയ്യുന്നവരും തോന്നിവാസം കാണിക്കുന്നവരും. അങ്ങനത്തെ ചില ആൾക്കാര് പോകുന്ന വഴിക്ക് ഖുർആൻ കേട്ടു. ഇവിടെ മനുഷ്യന്മാരെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എൻ്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ യുവാക്കളെ, ഖുർആൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഖുർആൻ വായിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എപ്പോഴാ ഖുർആൻ കേൾക്കുമ്പോഴോ വായിക്കുമ്പോ ഇതിൻ്റെ ഉള്ളിലൊന്ന് തട്ടിയത്? ഇവിടെ ഒരു ചൊറിച്ചല്, ഇവിടെ ഒരു വിറയല്, ഇവിടെ ഒരു ഇളക്കം. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. സൂറത്തുൽ ജിൻ ആദ്യത്തെ ആയത്ത്. നബിയെ, നിങ്ങൾ പറയൂ സഹാബത്തിനോട്, ഖൗമിനോട്, ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് അറിയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗൈബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയൂല. അത് അല്ലാഹുക്ക് മാത്രമേ അറിയൂ. ജിന്നുകളെ നമുക്ക് കാണാൻ പറ്റൂല, ജിന്നിന്റെ ഒരു കാര്യവും നമുക്കറിയാൻ പറ്റൂല. റസൂലുള്ളാഹി അറിയും. എങ്ങനെ അറിയും? വഹ്യ് അറിയിച്ചിട്ട്. ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് അറിയിക്കപ്പെട്ടു. അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം നിങ്ങളുടെ ഖുർആനിനെ ശ്രദ്ധിച്ച് കേട്ടു. റസൂലുള്ളാഹി ഓതിക്കൊണ്ടിരിക്കുകയാണ്. പാസ് ചെയ്യുമ്പോൾ ഓത്ത് കേട്ടപ്പോൾ ശ്രദ്ധിച്ചു. ഇസ്തമഅ, ശ്രദ്ധിച്ച് കേൾക്കുക. ഫഖാലൂ, എന്നിട്ട് അവര് പറഞ്ഞു അവരുടെ ആൾക്കാരോട്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതം നിറഞ്ഞ ഖുർആൻ ഇതാ നമ്മൾ കേട്ടിരിക്കുന്നു. ഒന്ന് നഫ്സിൽ കൈവച്ചിട്ട് ചോദിച്ചു നോക്കിയേ, ഖുർആനിന്റെ അത്ഭുതം എപ്പെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? പ്രസംഗം കേട്ടിട്ടുണ്ടാവും, ഖുർആൻ അത്ഭുതമാണ്, അതാണ് ഇതാണെന്നെല്ലാം പ്രസംഗത്തിലും മറ്റുള്ള ഇമാമികളൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരായത്ത് ഓതുമ്പം ഇതെന്തൊരു അത്ഭുതമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈമാനുള്ളവനാണ്. അവൻ ഈമാനുള്ളവനാണ്, ഹൃദയത്തിൽ തീപ്പൊരിയുള്ളവനാണ്. തോന്നിയിട്ടില്ലേ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇതിൽ കൂടി മാത്രമേ ഖുർആൻ കേറിയിട്ടുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ കേറിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. നിങ്ങൾ യൂറോപ്പിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കി. ഇപ്പോ 2025 ജിന്നുകൾ അന്ന് പറഞ്ഞ പോലെ അവരിന്ന് പറയുന്നുണ്ട്, സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഖുർആൻ ഇതാ നമ്മൾ കേട്ടിരിക്കുന്നു. അവർക്കൊന്നിനും കുറവില്ല. അവരെല്ലാം ഉള്ളവരാ കൈമല്. എന്ത് കളിയും ദുനിയാവി കളിക്കാനുള്ള 1000 വഴികളും വാതിലുകളും അവരെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടുന്നോ ഒരു തെരുവിൽ ഏതോ ഒരാള്, മഹാഭാഗ്യവാന്മാർ, ഏതോ ഒരാള് ഖുർആന്റെ ഒരു കോപ്പിയും പിടിച്ചിട്ട് ഓതിക്കൊടുക്കുന്ന ഒരാൾ കേട്ടു. ഓൻ വന്നു, അത് വാങ്ങി വായിച്ചു. ഓൻ പറഞ്ഞു, സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഖുർആൻ തന്നെ. ഓൻ മാറി, മയക്കുമരുന്ന് മാറ്റി, കള്ളുകുടിയിൽ നിന്ന് ഒഴിവായി, വ്യഭിചാരം ഒഴിവാക്കി, ഗേൾ ഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ട് കല്യാണം കഴിച്ചു, മേലെ ചൊവ്വയെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ പലിശയില്ല, പിന്നെ ക്രെഡിറ്റ് കാർഡില്ല, പിന്നെ തോന്നിവാസത്തിന് പരക്കം പായാലില്ല, പിന്നെ വൃത്തികേടിന്റെ ജീവിത ശൈലി അവനില്ല. അവൻ തിരിച്ചു വന്നു അല്ലാഹുവിലേക്ക്. പരിശുദ്ധ ഖുർആനിന്റെ അജബ് മനസ്സിലായപ്പം എത്രയായി നമ്മളിത് കൊണ്ട് നടക്കുന്നു. പള്ളിയിൽ എത്രയുണ്ട് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട്. സമിഅനാ ഖുർആനൻ അജബാ. ഇത് പറയുന്നത് എന്തിനാ അറിയോ? ഞാൻ ചിന്തിക്കാൻ, പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ. ഞാൻ നന്നായിട്ട് പറയുന്നവനല്ല. യഹ്ദി ഇലർ റുഷ്ദി. ജിന്നുകൾ പറഞ്ഞു, ആ അത്ഭുതമായ ഖുർആന്റെ പ്രത്യേകത എന്താ അറിയോ? നേർമാർഗത്തിലേക്ക് വിളിക്കുന്നു ആ ഖുർആൻ. ഫആമന്നാ ബിഹി, നമ്മളിതാ വിശ്വസിച്ചിരിക്കുന്നു.
ജിന്നുകളുടെ വിശ്വാസത്തിന്റെ മാറ്റം ഉണ്ടല്ലോ, അതിലാദ്യം അവർ പറഞ്ഞ മാറ്റം എന്താ അറിയോ? നിസ്കരിക്കാൻ തുടങ്ങിയെന്നല്ല, സ്വഭാവം നേരെയായി എന്നല്ല, ഇനി നമ്മുടെ റബ്ബിനോട് നമ്മൾ ഒരാളെയും പങ്കു ചേർക്കൂല. കാരണം എന്താ അറിയോ? ഷിർക്കിൽ നിന്ന് ഒഴിവാവാത്ത ഒരു നന്മക്കും നന്മ എന്ന് പറയില്ല. ഇങ്ങനെ ഷിർക്കിൽ നിന്ന് ഒഴിവാകാതെ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും നന്മ എന്ന് പറയൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒന്നുകൂടി പറയട്ടെ, സൂറത്ത് സുമർ, പരിശുദ്ധ ഖുർആൻ അന്ന് ഖുറൈശികള് തടയാനുള്ള കാരണം ഈ സാധനത്തിന് ഒരു മാസ്മരികതയുണ്ട്, ഒരു കാന്തിക ശക്തി. മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാന്തിക ശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വലിക്കും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. ഇതാണ് ഖുർആൻ. അല്ലാഹു നസീബാക്കി തരട്ടെ. അല്ലാഹു പറഞ്ഞെന്താ അറിയോ? അല്ലാഹു നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു കലാമിതായി ഇറക്കി തന്നിരിക്കുന്നു. എന്താ എന്റെ പ്രത്യേകത? തഖ്ശഇറു, രോമാഞ്ചം ഉണ്ടാവും. രോമണീക്കുന്നില്ല, രോമാഞ്ചം എന്ന് പറയാ, അത് കേൾക്കുന്ന ആളുകൾക്ക് രോമണീച്ച് നിൽക്കും, ഹൃദയം പടക്കാൻ തുടങ്ങും. യഖ്ശൗന റബ്ബഹും, റബ്ബിനെ പേടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖൗഫിലേക്ക് നമ്മളെ കൊണ്ടോണം. കേൾക്കുമ്പോൾ ഒരു രസം, ഒരു അനുഭൂതി, എന്തോ ഒരു പ്രത്യേകത, കേട്ടോണ്ടിരിക്കാനുള്ളൊരു തോന്നിച്ച. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അബൂജഹൽ, അബൂ സുഫിയാൻ, അഖ്നസ് ഇബ്നു ശുറൈഖ്, മൂന്നാളും അന്ന് അബൂ സുഫിയാനും കാഫിറാണ്. രാത്രി പാതിരാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ആരും അറിയാണ്ട് പുതപ്പും മൂടിയിട്ട് പോവാണ്. പാതിരാക്ക് മൂന്നാൾക്കാർ റസൂലുള്ളാഹിന്റെ പരന്റെ 3 ഭാഗത്ത് ഇരുന്നിട്ട് ഖുർആൻ കേൾക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയില്ല. ഖുർആനും കേട്ട് തിരിച്ചു പോകുമ്പോ 3 ആൾക്കാരും കാണും. എവിടുന്ന് വരുന്നത്? 3 ആൾക്കാരും കളവ് പറയും. പക്ഷെ 3 ആൾക്കും അറിയാം 3 ആളും കളവാ പറയുന്നത്. ഇവര് കേൾക്കാൻ പോയത് എന്തുകൊണ്ടറിയോ? അന്നത്തെ പച്ച കാഫിറിന് പോലും അത് കേൾക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. ഇന്ന് ഖുർആൻ വെക്കുമ്പോ ഒന്ന് ഓഫാക്കിപ്പ, നീ മറ്റേ വെക്ക്, ഏത് ആ പുതിയ മറ്റേ ഇതില്ലേ സോങ്, മറ്റേ ഹിന്ദിയും അല്ലെങ്കിൽ കന്നഡ, അതിനൊരു ത്രില്ലുണ്ട് ഭായി. ഇത് എപ്പം നോക്കുമ്പോ ഒരു ഖുർആൻ. ചില മനുഷ്യന്മാരുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ഹോട്ടലിലും പീടിയിലെല്ലാം ഖുർആൻ, ഞായറാഴ്ച രാവിലെ ഡിസ്കോ. يخادعون الله وهو خادعهم يخادعون الله وهو خادعهم. ആരാ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആരാ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആരെ കണ്ടില്ല പൊടിയിടാൻ നോക്കുന്നത്? അള്ളാന്റെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാപ്പ് തരട്ടെ. 3 ആൾക്കാരും പോവും, തിരിച്ചു വരുമ്പം അവര് കാണും. 2-ാമത്തെ ദിവസവും അങ്ങനെ, 3-ാമത്തെ ദിവസവും കണ്ടു. 3 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഈ പരിപാടി ശരിയാവില്ല. നമ്മൾ രാവിലെ പറയാ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, രാത്രിയാകുമ്പോ നമ്മൾ തന്നെ വന്നിട്ട്, കാരണം അവർക്ക് ഇരിപ്പുറക്കുന്നില്ല. പാതിര 3-4 മണിയാന്ന് ആ സമയത്ത് അവർക്ക് എണീച്ചിട്ട് പോവാണവര്, നിൽക്കാൻ കഴിയുന്നില്ല, ഇത് കേൾക്കണം, അത്ര രസമുണ്ട് ഖുർആന്. 3 ആൾക്കാരും പറഞ്ഞു ഇനി പോവാൻ പാടില്ല. അഖ്നസ് ഇബ്നു ശുറൈഖ് ഒരു ദിവസം അബൂ സുഫിയാന്റെ പുരക്കേക്ക് പോയി. ചോദിച്ചു, അബൂ സുഫിയാൻ, നമ്മൾ മുമ്പ് ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേൾക്കാൻ വേണ്ടി ഒളിച്ചു പോക്കില്ലേ, എന്ത് തോന്നുന്നു കേട്ടിട്ട്? അബൂ സുഫിയാൻ പറഞ്ഞു, നീ പറ, നിനക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ ഞാൻ ഉള്ളത് പറഞ്ഞു പോയാൽ അഖ്നസിന് ഉള്ളിലുള്ള മനസ്സിലായാലോ, നിങ്ങൾ പറ. അപ്പൊ അഖ്നസ് പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദാ ലഹഖ്, ഇത് സത്യാണ്. ആ അറബികളാണ് അവര്, മുഹമ്മദ് ഓതുന്നത് സത്യാണ്, എനിക്കൊരു സംശയമില്ല. അബൂ സുഫിയാൻ രാഷ്ട്രീയക്കാരനാണ്, സിയാസിയാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, പറഞ്ഞ ശരി തന്നെ, എന്നാലും എന്തല്ലോ, കാരണം എന്താ അറിയോ, എനിക്കിത് സത്യാന്ന് ബോധ്യമായി കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അത്ര ഹിസ്ബിയത്തിന്റെ ആൾക്കാരാണ്. അഖ്നസിന് അബൂ സുഫിയാനെ സമ്മതിച്ചെന്ന് തോന്നിപ്പോയാലോ, അതുകൊണ്ട് കുറച്ചെല്ലാം തെറ്റുണ്ട്. അബൂജഹലിനെ കാണാൻ പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അബൂജഹലിനെ കാണാൻ പോയി. അഖ്നസ് ചോദിച്ചു, അംർ ബിൻ ഹിഷാം, അയാളെ ശരിക്കുള്ള പേരെങ്ങനെയാണ്, എന്താ നിങ്ങളെ അഭിപ്രായം? അബൂജഹൽ പറഞ്ഞു, വല്ലാഹി ഹാദാ ഹഖ്, അല്ലാഹുവാണ് സത്യം,
ഇത് സത്യമാണ്. മുഹമ്മദ് ഓതുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്. പക്ഷേ ബനൂ ഹാഷിം കുടുംബത്തിൽ നിന്ന് വെച്ച റസൂലാന്നും പറഞ്ഞു വന്നാൽ അവനെ പിൻപറ്റാൻ ബനൂ ഹുസൈം എന്ന എന്റെ കുടുംബം ബനൂ മഖ്സൂം അത്ര താണയൊന്നുമല്ല. നമ്മൾ വലിയ ആൾക്കാരാണ്. നമ്മളെപ്പോഴാ അബ്ദുമനാഫിന്റെ കീഴിലായത്? അതുകൊണ്ട് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 100% അബൂജഹലിന് ബോധ്യപ്പെട്ടു ഇത് ഹക്കാണ്. ഖുർആൻ കേട്ടപ്പോ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഖുർആൻ ഓതുന്ന എനിക്കും നിങ്ങൾക്കും ഇപ്പോഴും കുറെ സംശയങ്ങളാണ്. അല്ലാഹു കാക്കട്ടെ. ഖുറൈശികളുടെ തന്ത്രം ഫലിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഉറക്ക ഓതാൻ തുടങ്ങി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തടഞ്ഞു. അങ്ങനെ ഉറക്ക ഓതൊന്നും വേണ്ട, പതുക്കെയാക്കണ്ട, ഉറക്കെയാക്കണ്ട, ഒരു മധ്യ രീതിയിൽ ഓതിയാ മതി. കാരണം കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും കൊണ്ടുവരേണ്ടവനെ ഞാൻ കൊണ്ടുവരും. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്കിടയിൽ ഒരു ചർച്ച. എവിടെ? അവരെ സെന്ററിൽ, ദാറുൽ അർഖമിൽ, മക്കത്ത്. ഇങ്ങനെയാണ് ഇപ്പൊ ഇവര് നടക്കുന്നത്, ആരും കേൾക്കാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, പരസ്യമായി കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് അതങ്ങ് ഉറക്ക ഓതിയാലോ? അപ്പൊ ആരോതും? കാരണം ഖുറൈശികൾ കേട്ട് കണ്ടാൽ അടി ഉറപ്പാണ്. ആരോതും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഇബ്നു മസ്ഊദ് മക്കത്തെ വലിയ ഖുറൈശി തറവാട്ടുകാരനല്ല. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ? എൻ്റെ മുമ്പിലുള്ള ഒരു 15 വയസ്സ് 25 വയസ്സിന്റെ ഉള്ളിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒരാളെ കണ്ടാൽ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിക്കൊടുത്തിട്ട് ഇതാ നമ്മളെ റബ്ബ് പറയുന്നത് എന്ന് പറയാനുള്ള ഇൽമു ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടാൻ മാത്രം ഇതിന്റെ ഉള്ളിൽ ആ ഖുർആനെ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിങ്ങളെ യുവത്തെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയിട്ടാ നശിപ്പിക്കുന്നത്? നിങ്ങൾക്കിത് വേണ്ടേ? ഇബ്നു മസ്ഊദിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മതിയോ? അതിന്റെ ബാക്കിൽ സഞ്ചരിക്കണ്ടേ? അടിമ. ഇബ്നു മസ്ഊദ് അടിമയാണ്. ഞാൻ പകൽപരായ സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾ പോണ്ട, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അടികൊള്ളും, ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് അടികൊള്ളുമ്പോ തടയാൻ നിങ്ങളെ കുടുംബക്കാരും ഇവിടെ ഇല്ല, ഉള്ളവരുടെ വലിയ പേരുള്ളവരോ ആൾക്കാർ പേടിക്കുന്ന ആളോ അല്ല. തൽക്കാലം നിങ്ങൾ പോണ്ട. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ശരിയാവൂല, എനിക്ക് പോയേ പറ്റൂ. ആ ആവേശം എനിക്ക് നിങ്ങൾക്ക് കിട്ടണം, ആ ആവേശം നമ്മുടെ ഉള്ളിൽ വരണം. ഏറ്റവും നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫിലിം സ്റ്റാറിന്റെ സിനിമ റിലീസായി. എപ്പം? വെള്ളിയാഴ്ച. ഇമാമിന്റെ ഖുത്ബ കേൾക്കുമ്പോ ഫോണിൽ ടിക്കറ്റ് എടുക്കുകയാണ്, ജുമാ കഴിഞ്ഞ പോകാൻ അടുത്ത ഷോക്ക് പോവാൻ. ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ, ഇന്നത്തെ യുവതയുടെ അവസ്ഥ. പോയി കഅബാലയത്തിന്റെ മുറ്റത്തെത്തി. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. ഓതാൻ തുടങ്ങി. ഖുറൈശികൾ അങ്ങ് ലയിച്ചു പോയി. പരിശുദ്ധ ഖുർആനിന്റെ വളരെ ഭംഗിയുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറയാണ് അർ-റഹ്മാൻ. ചില ദഈഫായ ഹദീസുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ മണവാട്ടിയാണ് സൂറത്തുർ റഹ്മാനെ പറ്റി പറഞ്ഞത്. ദഈഫാണ് ഹദീസ്, ദഈഫാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ രീതി, ആ അവതരണത്തിന്റെ ശൈലി വെച്ചിട്ട് പറഞ്ഞ വാക്കാണത്. ആള് ലയിച്ചിരിക്കുമ്പം ബാക്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിച്ചു. അവർ ചോദിച്ചു, എന്താണ് ഈ ആട്ടിടയന്റെ മോൻ എന്താണ് ഈ വായിക്കുന്നത്? അപ്പൊ ആരോ പറഞ്ഞു, ഇതാണ് ഖുർആൻ, ഇതാണ് മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ട താമസം ആളുകൾ വന്നു, അടിക്കാൻ തുടങ്ങി. കണ്ണു പൊട്ടി, കവിള് പൊട്ടി, തല പൊട്ടി, ചോരൊലിക്കാൻ തുടങ്ങി. ഓത്ത് നിർത്തിയില്ല. എപ്പോഴാ നിന്നെന്നറിയോ? ബോധം കെട്ടിട്ട് കഅബന്റെ മുമ്പിൽ വീണു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ എന്തറിഞ്ഞിനി? 7ാമത്തെ ദിവസം ഉപ്പ വിളിച്ചു, അബ്ദുള്ള. പിന്നെ 2 ആടിനെ വാങ്ങിയിട്ട് അറുത്തു. പിന്നെ ഒസാം വന്നിട്ട് മാർക്കം ചെയ്തിട്ട് പോയി. അതിന്റെ അപ്പുറത്ത് നമുക്കൊന്നും തിരിഞ്ഞില്ല. ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതിട്ട് ബോധം കെട്ട് വീണു. സഹാബാക്കൾ എത്തിച്ച് കൊണ്ടുപോയി. ഇത് പറഞ്ഞു, ഇതുകൊണ്ടാ നിങ്ങളോട് ഓടണ്ടെന്ന് പറഞ്ഞ് ഇനി പോണ്ട. ഇബ്നു മസ്ഊദ് പറയാൻ, ഞാൻ ഇനിയും പോവും, എനിക്ക് അവരെ പേടിയില്ല. സഹാബാക്കൾ തടഞ്ഞു, ഇനിയും അടിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ ഓരോ ആയത്തുകൾ ഓതുമ്പോഴും
ഖുറൈശികളുടെ മുഖത്ത് കണ്ട പേടിയും ഭീതിയും വിറയലും അത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയെക്കാളും വലിയ വേദനയാണ്. അത് എനിക്ക് കാണണം. ശരിയാണ്, പരിശുദ്ധ ഖുർആൻ പിശാചിന് ഏറ്റവും പേടിയുള്ള ആയുധം പരിശുദ്ധ ഖുർആനാണ്. പിശാചിന്റെ അഹിലുകാർക്കും അതിനെയാണ് ഭയം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഖുർആൻ എന്നവരകറ്റുന്നത് പലതും മുമ്പിൽ വെച്ചെന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ തന്നെ പോവുകയും ചെയ്യാൻ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിനെ അറിയേണ്ട പോലെ അറിയാൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഖുറൈശികൾക്ക് നമ്മൾ ഖുർആൻ അങ്ങനെ കേൾക്കണ്ടെന്ന് മൊത്തത്തിൽ പറഞ്ഞതിനെ കൊണ്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിയപ്പം വ്യക്തികളെ കാണാൻ തുടങ്ങി. ചില വ്യക്തികളെ പ്രത്യേകം കണ്ട് ഖുറൈശികൾ ഖുർആനിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്താൻ തുടങ്ങി. അതിൽ ദൗസ് ഗോത്രക്കാരനായ പ്രഗത്ഭനായ ഒരു സഹാബി വീണുപോയി. അദ്ദേഹത്തിന്റെ നമുക്ക് വലിയ വലിയ പാഠങ്ങളുള്ള ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ചയിൽ സൂചിപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ തൊട്ടടുത്ത നാടായ കേരളത്തില് ഇരിട്ടിയില് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞായറാഴ്ച 16-ാം തീയതി പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരു ഫാമിലി, എന്തായാലും പറയാ, ഒരു കൂട്ടായ്മ. ദീനിന്റെ കാര്യങ്ങള് എവിടെ കണ്ടാലും അതിലൊരു പങ്കാളി ആയിക്കോളെ, അതൊഴിവാക്കണ്ട. ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ് മനഹജനുസരിച്ച് പറയുന്ന പരിപാടികൾ എവിടെ കിട്ടിയാലും ഒരു കസേര നിങ്ങൾ പിടിച്ചോളെ. ഇനി ഞാൻ പറയുന്ന ഒന്നും മനസ്സിലായിട്ടാന്ന് വെക്കുക, കേരളത്തിലല്ലേ, ചിലപ്പോൾ മലയാളം തിരിയാത്ത ആൾക്കാരുണ്ടാവും. ഒന്നും മനസ്സിലായിട്ടാന്ന് വെച്ചോ, എന്നാലും രാത്രി ഒരു 10 മണിയെല്ലാകുമ്പോൾ പരിപാടി തീരും. കസേര എഴുന്നേൽക്കുമ്പം ഒരു മലക്ക് വിളിച്ചു പറയാനുണ്ടാകും, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി എഴുന്നേറ്റ് പോയിക്കോളി. എന്താ നഷ്ടം? എന്താ നഷ്ടം? ഞായറാഴ്ച നമ്മൾ മംഗളത്തിന് പോവില്ലേ, മൈസൂരിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ്, ഏത് മടക്കേരി സലഫി പള്ളിന്റെ മുമ്പെന്ന് ബസ് ഫ്രീ. എത്ര ആളുണ്ടാവും സൂ കാണാൻ പോവാൻ? അതിന്റെ എന്തായാലും പറയാ, മൈസൂർ ഗാർഡൻ ഇല്ലേ, അത് കാണാൻ പോവാൻ എത്ര ആൾക്കാരുണ്ടാവും? ഫ്രീ ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫ്രീ മഗ്ഫിറത്തിന്റെ ഓഫറാണ്. ഫ്രീ മഗ്ഫിറ. ആരുണ്ട് പ്രിയപ്പെട്ടവരെ? പാപങ്ങളില്ലാത്തവർ. മഗ്ഫിറത്ത് ആവശ്യമില്ലാത്ത ആരുണ്ട് എൻ്റെ മുന്നിൽ? മിമ്പർമ നിൽക്കുന്ന ഞാൻ അടക്കം. പോയി ഇരുന്നോടത്തോളീൻ. ഖൂമൂ മഗ്ഫൂറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് എഴുന്നേറ്റ് പോയിക്കോളീൻ. ഏറ്റവും വലിയ ഓഫർ. അതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ അവിടെ സംസാരിക്കുന്നത് വർത്തമാന കാലത്ത് വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇന്ന് അറിയാലോ, കുടുംബങ്ങൾ പലതും മയക്കുമരുന്ന് അടിമപ്പെട്ടവര്, ആണും കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക, അങ്ങനെ 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 അങ്ങനെ. ജൂതൻ എന്താണോ കുതിക്കുന്നത് അതോരോന്നോരോന്നായി ഉമ്മത്തിന്റെ ഇടയിൽ ജൂതൻ ഫിറ്റ് ചെയ്ത് തുടങ്ങി. ഓരോന്നോരോന്നായി. നമ്മൾ ഉറക്കിലാണ്. നമ്മൾ ഉറക്കിലാണ്. ഒരു ദിവസം നമ്മളെ വീട്ടിന്റെ വാതിലും വന്നിട്ട് മുട്ടും മോള്, ഉപ്പ ഞാൻ മംഗലം കഴിച്ചിട്ടുണ്ട്. ആരെ? എൻ്റെ അപ്പനെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ട്, നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലാണ്, കല്യാണം ഇപ്പം പോയിട്ട് കഴിച്ചു എന്ന് വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് മുട്ട് വരുന്നതിന് മുമ്പ് ബോധവാന്മാരായിരിക്കും. നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ? ശൈത്താൻ നമ്മളെ പറ്റിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ ഓക്കെ അപ്പ, എൻ്റെ ഓളും എൻ്റെ മക്കളും ഒക്കെ ഓക്കെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇത്ര കൊല്ലം ഈ തൗഹീദിന്റെ ഈ സുന്നത്തിന്റെയും മെമ്പർഷിപ്പെല്ലാം എടുത്തിട്ട് ജീവിക്കുന്നു, എൻ്റെ പുറക്കേക്ക് ശൈത്താൻ വരാനോ? നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ലാ തുസക്കൂ അൻഫുസക്കും,
ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ ആരും നിങ്ങൾ സ്വയം നന്നായി എന്ന് പറയണ്ട, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അവസാനം എന്താവൂന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വരൂല എന്നൊന്നും വിചാരിക്കണ്ട. ഓളയും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് പോയിക്കോളി. ഏതെങ്കിലും ഒരു വാക്ക്, ഒരു ആയത്ത്, ഒരു ഹദീസായിരിക്കും ചിലപ്പം പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന യുവത്വത്തിന്റെ കൽബിൽ കയറുന്നത്. അത് മതി, ഖലാസ്. അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ നന്മയുടെ വക്താക്കളായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ അവർക്ക് കുറച്ച് പൈസ ചെലവുണ്ട്, അതിൻ്റെ ആവശ്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും അവർ വന്നിരുന്നു റമദാനിൽ, നമ്മൾ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. സഹായിക്കും, എത്രയാണെന്നൊന്നും നോക്കണ്ട, കഴിവിൻ്റെ പരമാവധി കൊടുത്തോളേ. ചിലപ്പോൾ നമുക്ക് ഈ മലന്റെ മുകളിൽ ഇരുന്നിട്ട് അങ്ങനത്തെ പ്രവൃത്തിയൊന്നും നടത്താൻ പറ്റൂല, അങ്ങനത്തെ പ്രോഗ്രാം ഒന്നും വെക്കാൻ പറ്റിയെന്നും വരൂല. ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വക ₹1000 ഇരുന്നോട്ടെ. ഏറ്റവും ചെറുതാ ഞാൻ പറഞ്ഞു, എൻ്റെ വക ₹1000. ഹോട്ടലിൽ ഓളയും മക്കളെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി, ബില്ല് വരുമ്പോൾ ഉണ്ട് ₹3000. എന്തിപ്പോ തിന്നത് വെച്ചാൽ പക്ഷെ ഒരു എന്തെങ്കിലും പറയാ, ആദ്യം തന്നെ പോയിട്ട് കുടിക്കുന്ന അത് കുടിച്ചിന്, പിന്നെ 2 ചിക്കൻ പൊരിച്ച്, പിന്നെ 2 പൊറോട്ട, ബില്ല് 3000. നമ്മളെടുത്ത് കൊടുത്തു, ഗൂഗിൾ പേ അയച്ചിട്ട് പോയി, കാരണം തിന്ന ആശ്വാസത്തിൽ പോയി. പക്ഷെ ഇതിന് ശൈത്താൻ അങ്ങനെ സംഭവിക്കില്ല. കാരണം അത് തിന്നാന്നുള്ളൊരു ബോധമുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് തിന്നലല്ല, ഇത് മറിച്ചൊരുത്തനെ ദ്വലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് ആക്കാനുള്ള നമ്മുടെ വകയുള്ള ഒരു ചെറിയ സംഭാവനയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹിന്റെ മാർഗത്തിലാണ് നീ കൊടുത്തതെങ്കിൽ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വെള്ളവും തീറ്റയും കൊടുത്ത് വളർത്തുന്ന പോലെ അള്ളാഹു വളർത്തും, അത് നാളെ അവിടെ എത്തുമ്പം കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിവിൻ്റെ പരമാവധി സഹായിച്ചോളിൻ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് തന്നതിനെ ഹലാലാക്കി ബർക്കത്തുള്ളതാക്കി വാരി കൂരി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയാവുന്ന, മനസ്സിന് സമാധാനമാവുന്ന രീതിയിൽ അള്ളാഹു വിശാലമാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.